ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 9th എപ്പിസോഡിലേക്ക് 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर ആണ്. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखेंगे सिंपल प्रेजेंट टेंस के क्वेश्चन टैग्स. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് അല്ലെ. അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കൂടെ തന്നെ ഉണ്ടാവുക. നമ്മൾ പറയുന്നത് പോലെ തന്നെ, നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എനിക്കുണ്ട്, അവനിക്കുണ്ട്, അവൾക്കുണ്ട്, അവർക്കുണ്ട്, ഇത്തരം ഒരു ആശയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതായത് താങ്കൾക്കുണ്ടോ, അവനിക്കുണ്ടോ, അവൾക്കുണ്ടോ, അവർക്കുണ്ടോ, ഇത്തരം ഒരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെ. ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പം താങ്കളുടെ അടുത്ത്, അല്ലെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ അടുത്ത് ക്യാഷ് ഉണ്ടല്ലോ, പൈസയുണ്ടോ? क्या आपके पास पैसे हैं? क्या आपके पास पैसे हैं? ക്യാ ആപ്കെ പാസ് പൈസ ഹെ, താങ്കളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ, താങ്കളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ എന്ന്. അവന്റെ അടുത്ത് അല്ലെങ്കിൽ അവനിക്ക് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ क्या उसके पास पैसे हैं? ഓക്കെ, ക്യാ क्या उसके पास पैसे हैं? ക്യാ ഉസ്കെ പാസ് പൈസ ഹെ, അവന്റെ അടുത്ത് ക്യാഷ് ഉണ്ടോ. അവളുടെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സെയിം തന്നെയായിരിക്കും വരാ. क्या उसके पास पैसे हैं? ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ അവിടെ ജെൻഡർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യുക. ഉസ്കെ പാസ് എന്ന് തന്നെയാണ് പറയട്ടോ. അവര്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അവർ, അല്ലെ. അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പൈസയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ क्या उनके पास पैसे हैं? क्या उनके पास पैसे हैं? ക്യാ ഉൻകെ പാസ് പൈസ ഹെ, ക്യാ ഉൻകെ പാസ് പൈസ ഹെ. അവന് കാറുണ്ടോ അല്ലെങ്കിൽ അവന്റെ അടുത്ത് കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ क्या उसके पास कार है? क्या उसके पास कार है? ക്യാ ഉസ്കെ പാസ് കാർ ഹെ, ക്യാ ഉസ്കെ പാസ് കാർ ഹെ, അവന്റെ അടുത്ത് കാറുണ്ടോ. അവൾക്ക് കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ सेम, क्या उसके पास कार है? അവിടെയും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. ക്യാ ഉസ്കെ പാസ് കാർ ഹെ എന്ന് തന്നെയാണ് ചോദിക്കുക. ഓക്കെ, അവർക്ക് കാറുണ്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ क्या उनके पास गाड़ी है? क्या उनके पास कार है? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഉൻകെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, ഒരു സിംഗുലർ ആയിട്ടൊരു പേഴ്സണെ നമ്മൾ പറയുന്ന സമയത്തും അവർ, അദ്ദേഹം എന്ന് യൂസ് ചെയ്യാറുണ്ട്. അവർ എന്നൊരു ഗ്രൂപ്പിനെയും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യൂസ് ചെയ്യാം. റെസ്പെക്റ്റോട് കൂടി സിംഗുലർ പേഴ്സണിന് വേണ്ടിയിട്ട് അഡ്രസ് ചെയ്യുന്ന സമയത്തും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആ രണ്ട് രീതിയിലും നമുക്കത് യൂസ് ചെയ്യാം. താങ്കൾക്ക് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ क्या आपकी ड्यूटी है? താങ്കൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ क्या आपकी आज नाइट ड्यूटी है? ഓക്കെ, അവനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ. क्या उसकी आज नाइट ड्यूटी है? അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ. क्या उसकी आज नाइट ड्यूटी है? ഓക്കെ, അവിടെ രണ്ട് സ്ഥലത്തും ഏതാണ് യൂസ് ചെയ്യുക? ഉസ്കി ആണ് യൂസ് ചെയ്യുക. അവിടെ നൈറ്റ് ഡ്യൂട്ടി എന്നത് സ്ത്രീലിംഗം, അതിന്റെ ജെൻഡർ ഒക്കെ നോക്കുമ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അവിടെ രണ്ട് രീതിയിൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റും ഡ്യൂട്ടിയും രണ്ടും കൂടി വരുന്നത് ഫെമിനിൻ നൗൺ ആണ്, സ്ത്രീലിംഗമായിട്ടാണ്. അപ്പം ഇവിടെ ഒബ്ജക്റ്റിന്റെ ജെൻഡർ വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസിൽ ഉസ്കി എന്ന് പറയാം. ക്യാ ഉസ്കെ പാസ് പേസേ ഹേ എന്നൊക്കെ പറയുന്നത് കാരണം പേസേ എന്നാണ്, അത് പ്ലൂറലാണ്, പ്ലൂറൽ ജെൻഡർ ആയതുകൊണ്ടാണ് ഉസ്കെ എന്ന് പറഞ്ഞത്. അത് മെയിലാണെങ്കിലും ഫീമെയിലിന്റെ അടുത്താണെങ്കിലും നമ്മൾ ഉസ്കെ എന്നാണ് യൂസ് ചെയ്യുക. ഉസ്കി യൂസ് ചെയ്യണത് നമ്മൾ ഫീമെയിൽ ജെൻഡറിൽ പറയുന്ന സമയത്താണ്, അതും ഒബ്ജക്റ്റിന്റെ. ഇവിടെ അങ്ങനെയാണ് വരാം. ഓക്കെ, ആ ഒരു ഡൗട്ട് ഉണ്ടാവരുത് നമുക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം, നമ്മൾ അതൊക്കെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ചെയ്യാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. നന്നായിട്ട് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ഇത് ലിസൺ ചെയ്യുക, വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലെ. നെക്സ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു അവൻ അല്ലെ, അവനിക്ക് ജോലിയുണ്ടാ. നമുക്ക് ഒന്നുകൂടി അത് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലെ. ഓക്കെ, താങ്കൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ. क्या आपकी आज नाइट ड्यूटी है? ഓക്കെ, क्या आपकी आज नाइट ड्यूटी है? അവനിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ. क्या उसकी आज नाइट ड्यूटी है? क्या उसकी आज नाइट ड्यूटी है? അവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ. क्या उसकी आज नाइट ड्यूटी है? सेम. ഓക്കെ, അവർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ. क्या उनकी आज नाइट ड्यूटी है? क्या उनकी आज नाइट ड्यूटी है? ക്യാ ഉൻകി ആജ് നൈറ്റ് ഡ്യൂട്ടി ഹെ. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെയാണ് പറയുക കേട്ടോ. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അവൾക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അവൾക്ക് സാലറി ഉണ്ടോ.
क्या उसकी अच्छी सैलरी है, क्या उसको उसकी अच्छी सैलरी है, क्या Okay. उसकी अच्छी सैलरी है, അവനിക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടോ? क्या उसको अच्छी सैलरी मिलती है, അല്ലെങ്കിൽ क्या उसकी अच्छी सैलरी है. ഓക്കെ, ആ രീതി. बेस्ट इज क्या उसकी अच्छी सैलरी है. ഓക്കെ, അവർക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടോ? क्या उनकी अच्छी सैलरी है, क्या उनकी सैलറി है എന്ന് പറയാം, क्या उनकी अच्छी सैलറി है, നല്ല സാലറി ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിട്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് പറയാം അല്ലെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്താലോ? യെസ്. ഓക്കെ, അവന്റെ അടുത്ത് ക്യാഷ് ഉണ്ടോ, അല്ലെങ്കിൽ അവനിക്ക് ക്യാഷ് ഉണ്ടോ? क्या उसके पास पैसे है, ഓക്കെ, താങ്കൾക്ക് ക്യാഷ് ഉണ്ടോ, അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ എന്ന് क्या ചോദിക്കുമ്പോൾ आपके पास पैसे है, या फिर क्या आपके पैसे है. ഓക്കെ, അവളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ? क्या उसके पास पैसे है. ഓക്കെ, ഇനി താങ്കളുടെ അടുത്ത് 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? क्या आपके पास 500 का ചുട്ടാ है, क्या आपके पास 500 रुपए का ചുട്ടാ है എന്ന് പറയാം. ലൈക്ക് ചുട്ട എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്. യു ക്യാൻ ഓൾസോ യൂസ് क्या आपके पास 500 का ചേഞ്ച് है എന്ന് പറയാം. ഓക്കെ, ചേഞ്ച് എന്ന് ചോദിക്കാൻ ചേഞ്ച് എന്നുള്ളതിന്റെ ഹിന്ദി വേർഡാണ് ചുട്ട. ചുട്ട എന്നാണ് പറയാ ചേഞ്ചിന് ഹിന്ദിയിൽ. ഓക്കെ, क्या आपके पास 500 രൂപയൊക്കെ ചേഞ്ച് ഹേ. സൗ എന്ന് പറഞ്ഞ 500 എന്ന് പറഞ്ഞാല് 500. 500 ആണ്. ഹിന്ദിയില് 100ന് നമ്മൾ സൗ എന്നാണ് പറയാ അല്ലെ, സൗ എന്നാണ് പറയാ. ഓക്കെ, 1000ന് എന്താ പറയാ? ഹസാർ. ഹസാർ എന്ന് പറയും. അതുപോലെ തന്നെ ലാഖ്, ലക്ഷത്തിന് എന്താ പറയാ? 1 लाख. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ തന്നെ അതേ വേർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ലാഖ് എന്ന് തന്നെയാണ് പറയാ. പിന്നെ ക്രോർ, കോടിക്ക് എന്താ പറയാ? കരോഡ്. കരോഡ് എന്നാണ് കോടിക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് 200 എന്ന് പറയുമ്പോൾ നമ്മള് ദോസൗ എന്നാണ് പറയാ. 2000 എന്ന് പറയുമ്പോൾ 2000 എന്നാണ് പറയാ. 2 ലക്ഷം 2 lakhs എന്ന് പറയുമ്പോൾ 2 lakh എന്ന് തന്നെയാണ് പറയാം. അതുപോലെ തന്നെ 2 കോടി എന്ന് പറയുമ്പോൾ കരോഡ് എന്ന് നമ്മൾ കരോഡ് എന്ന് പറയും. 2 കരോഡ്. ഓക്കെ, ഒരു രീതിയിലാണ് പറയാം. ഓക്കെ, സോ നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഐ ബട്ടണിൽ എല്ലാ പ്ലേലിസ്റ്റ് ഫ്രം എപ്പിസോഡ് 1 ടു നമ്മൾ എപ്പിസോഡ് 9 ഇന്നത്തെ പ്ലേലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വീഡിയോസ് എല്ലാം കാണാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം, നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോഴ്സിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.